Hi guys, Assalamu alaikum. Welcome back to my channel. Hi guys, welcome back. Guys, അപ്പൊ ഞങ്ങൾ ഈ വണ്ടി നിറയെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് എങ്ങോട്ടാന്നല്ലേ പേടിക്കണ്ട. അടുത്ത ഇന്റർനാഷണൽ ട്രിപ്പ് ഒന്നുമല്ല. എന്റെ എബ്രു മോന്റെ എന്റെ ഏറ്റവും ഇളയ സന്തതിയുടെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പൊ നാളെ അവന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞങ്ങള് അതെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അപ്പൊ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോണത് കൊച്ചി ഗ്രാൻഡ് ഹയാറ്റിൽ വെച്ചിട്ടാണ്. ഞങ്ങളപ്പോ 2 ദിവസത്തേക്ക് സ്റ്റേഷന് പോണാണ്. എല്ലാം ബുക്ക് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ പോണതിന് മുമ്പ് ഞങ്ങൾക്ക് അവന് കുറച്ച് ഗിഫ്റ്റ്സ് ഇന്നലെ 3-4 ഗിഫ്റ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഓൾറെഡി. പക്ഷെ എന്നാലും ഞങ്ങൾ വിചാരിച്ച് പോണേക്ക് അതെ മതിയാകുന്നില്ല. ഫോറം മാളിലേക്ക് പോയിട്ട് കുറച്ച് ഗിഫ്റ്റ്സും കൂടെ ഇവർക്ക് വാങ്ങിക്കാന്ന് വിചാരിച്ച് ഇവര് ഓരോരുത്തരായിട്ട് കൊടുക്കാൻ വേണ്ടി സെലക്ട് ചെയ്തെടുക്കാന്ന് വിചാരിച്ചു. സർപ്രൈസിന്റെ കാര്യം അറിയാത്തോണ്ട് നമുക്ക് വലിയ കട്ടും പിടിച്ചും മേടിക്കേണ്ട കാര്യമില്ല. അതെ കൂടുതലാണ്. ഇന്നത്തെ ഗിഫ്റ്റ് തന്നെ അവനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ടേബിളിൽ സോണ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് അത് മാത്രമല്ല ഇപ്പൊ ടോയ് ഷോപ്പിലേക്ക് ചെന്നിട്ടും അവന്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് എന്താ നമുക്ക് നോക്കാല്ലേ. അവന് ഏതൊക്കെ ടോയ്സിൽ പിടിക്കും നമുക്ക് നോക്കാം അല്ലെ. ഇവിടെ ഇങ്ങോട്ട് വസൂലി എന്ന് മാറി. അതെ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വണ്ടിയിലേക്ക് കയറാം അല്ലെ. നേരെ കയറി നല്ല ചൂട്. ഇപ്പൊ ടൈം എത്രയെന്ന് അറിയോ? 1:05 ഉച്ചക്ക് നട്ടുച്ച ടൈമാണ്. 3 മണിക്കാണ് ചെക്ക് ഇൻ. 10 മണിക്ക് ഇറങ്ങാൻ പ്ലാൻ ചെയ്യും. പക്ഷെ മൊത്തം പാളിപ്പോയി. അറിയാലോ ഗൈസ്, ഞങ്ങൾ പിന്നെ എവിടെ പോയി ക്ലിക്കിലേക്ക് തന്നെയാണോ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഫോറം മാളിലേക്ക് പോവാം അല്ലെ. ടോയ്സ് വാങ്ങിക്കാം. യെസ്. ഗൈസ്, അങ്ങനെ ഞങ്ങള് ഫോറമിലെത്തി അല്ലെ. എബ്രുവിന് 2 ദിവസമായിട്ട് ചെറിയൊരു വയ്യാൻ വേണ്ടി. സാധാരണ നമ്മൾ ഈ 2 വയസ്സൊക്കെ അല്ല ഈ ബർത്ത്ഡേ ആകുമ്പോഴത്തെ കാര്യം വയ്യാമ ഉണ്ടാവൂലേ. ആ ഒരു വയ്യാമയാണ് എബ്രുവിനുള്ളത് അല്ലെ. എബ്രു അവിടെ നോക്കി അവിടെ ഓപ്പോസിറ്റ് നോക്കി എന്താ സംഭവം നോക്കി നോക്കാറില്ല. അലക്കൂല വയ്യവന് ശരിക്കും വയ്യ. അതാണ് ആക്റ്റീവ് അല്ല അതല്ല. ബോള് കണ്ടപ്പോ തലമുക്കി നോക്കി.
ഗൈസ് അങ്ങനെ നമ്മള് ടോയ്സ് ഒക്കെ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതല്ലേ ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചു അല്ല ഇത് സാറിന് സുലു ഓർഡർ ചെയ്ത് ചിക്കൻ ചീസ് നാച്ചോസ്. സോനു ബിസിയാണ്, വർക്കിലാണ്. പിന്നെ സൈബു പിന്നെ മന്തിയുടെ മന്തി സൈബു അല്ല മന്തി സൈബു. അതെന്തിനാ അവിടെ വെച്ച് ഡിഷിൽ വെച്ച് അങ്ങനെ വെക്കല്ലേ അടുത്ത് കറക്റ്റ് ചെയ്ത് വെച്ചോണ്ട് മാറ്റി വെച്ചാൽ കണ്ടത്. ബെഡ് ബോയ് എബ്രോ ഒട്ടും വയ്യ ചെറുക്കന്, ആകെ തകർന്നിരിക്കണത്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? കൊള്ളാവോ? ഒരു പൈസ കൊടുക്കാന്ന വിചാരിച്ചേ തോന്നുന്നുണ്ട്, പക്ഷെ കൊടുക്കാൻ തോന്നുന്നു. നല്ല ടേസ്റ്റ് ഇട്ടോ, നല്ല കിടലണ്ട ഐറ്റം. ഓ കൊറേ നാൾക്ക് ശേഷം മധുരവും ഒരു ഇങ്ങനത്തെ ഒരു ടേസ്റ്റ് ഒരു ഇത്തിരി ചെന്നപ്പോ വേറൊരു ഫീല്. ഒരു ചെറിയൊരു കടിയും കൂടെ കഴിക്കാം. എന്തായാലും എബ്രുവിന്റെ ബർത്ത്ഡേ ആണ്. ചോക്ലേറ്റ് മുക്കിയത് ഐസ്ക്രീം ഫുള്ളിട്ടോ കൊള്ളാം. ഇവിടെ ചൂറോസിന് മാത്രമേ പോയിന്റ് ഞാൻ കണ്ടായിരുന്നു. ചോക്ലേറ്റ് മുക്കി കഴിക്കാൻ സൈകാരോട് മിണ്ടണില്ല. ഞാൻ ഇവിടെ ഇല്ലെന്ന്, ഞാൻ നിങ്ങളുടെ കൂടെ വന്നല്ലോ. ഇല്ല സൈബ്, നേരത്തെ കണ്ടോ സൈഡ്? ഞാൻ നിങ്ങളുടെ കൂടെ വന്നല്ല, ഞാൻ ഒറ്റക്ക് വന്നു. ഈ സൈഡിലൊക്കെ മേത്തോട്ട് വീട്ടണമെങ്കിൽ സൈഡിലേക്ക് അത് മതി നാച്ചോസ് ആയിട്ടല്ല. കൊള്ളാലേ ഗൈസ്. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത റോസ്റ്റഡ് സാലഡ് നോൺ വെജ് വന്നത്. അതായത് നമ്മൾ പിന്നെ ഡയറ്റ് ബേസ് ആയിട്ടുള്ള ഫുഡൊക്കെ അല്ലെങ്കിലും പറയുള്ളൂ. യെസ്, കാണാൻ കൊള്ളാം. ഐസ് ഇസ്ലേഴ്സ് ഒക്കെ വന്ന പോലെ നല്ല സ്റ്റീം ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് ഞാനും സോനും കൂടെ അല്ലേ സോനു? അതെ, കുളിക്കുന്നത്. ഞങ്ങളുടെ ഹെൽത്തി ആയിട്ടാണ് കഴിക്കുന്നത്. അതെ അതെ. ആ നമ്മൾ ഓർഡർ ആക്കിയല്ല. അത് ഈ ഐറ്റം വന്നത്. ഇതെന്ത് സാധനം നിങ്ങൾ ഓർഡർ ചെയ്തു? ചോക്കോസ് ഇല്ലെന്നാ? ഞാൻ തേടി ചോക്കോസ് ഇല്ലെന്ന്. ഇതിന്റെ ഉള്ളിൽ കൂടെ ഐസ്ക്രീം വെച്ചിരുന്നെങ്കിൽ കൊള്ളാം. കാലി ഇവിടെ ചിക്കനെ പറിച്ചെടുക്കാൻ ഉമ്മയും മോനും കൂടെ പിടിയും പോലെയാണെന്ന് പറഞ്ഞത്. ഇത് കഴിച്ചു നോക്കിയാ? കഴിച്ചു നോക്കും. അങ്ങനെയുണ്ടെന്ന് ടെസ്റ്റ് അടിക്കും. നമുക്ക് കാണുമ്പോ തന്നെ നല്ല എമ്മി കിടലായിട്ടായിട്ട് തോന്നും. കഴിച്ചു നോക്കും. കൊള്ളാല്ലേ? കഴിച്ചു നോക്കി സോനു. ചൂടുണ്ടതല്ല. അവള് ഊതിക്കോളും, നീ ഊതണ്ടതിന് അതിന്റെ ഇടയിൽ. അത് അടിപൊളിയാ. ഞാനെങ്കിലും അപ്പുറത്തെ ടേബിളിൽ നിന്ന് കഴിച്ചോണ്ടിരിക്കുമ്പോ നീ ഊതി കൊടുക്കണ്ട. യെസ്, ഞാനും കഴിക്കട്ടെ. നല്ല ചൂടുന്നല്ലേ? മിക്സാക്കല്ലോ. അടിപൊളിയാ, നല്ല ചൂട്. പക്ഷെ അപ്പൊ എനിക്ക് ചൂടാറിട്ട് എന്നാ മതി. ചൂട്
ഗൈസ് അങ്ങനെ നമ്മള് ഗ്രാൻഡ് ഹയത്ത് എത്തി. ചെറിയൊരു സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് നേരെ അങ്ങോട്ടേക്ക് കയറാം. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഫൈനലി ഗ്രാൻഡ് ഹയത്തിലെത്തി. ഇപ്പോഴാണ് വൈബ് വന്നത്. അവിടെ ഓൾറെഡി എല്ലാരും കയറി ഇടിച്ച് കയറിയിട്ട് അവിടെ ഒരു വൈബിൽ ഇരിക്കാനൊക്കെ തുടങ്ങി. വേണ്ട പോയി അവിടെ ഇരിക്കട്ടല്ലേ ഗൈസ്. ഞങ്ങൾ നാളെ അതേ ഈ ലിവിംഗ് ഏരിയ ഇവിടെ ആയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മള് ചെറിയ രീതിയിൽ കൊച്ചു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡെക്കറേഷനാണ് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നല്ല അടിപൊളി ബാൽക്കണി ലേക്ക് വ്യൂ ഉണ്ട്. ഞങ്ങളത് പ്രത്യേകം പറഞ്ഞ് ബുക്ക് ചെയ്തതാണ് ഈ ഒരു ഏരിയ. വേറെ ടൈപ്പാണ്, വേറെ റൂമാണ് ഇത് വേറെ. അതെ, എന്താ വെച്ചാൽ സെയിം നമുക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് വേണ്ടല്ലോ. അടിപൊളി. അതായത് ഇവിടുന്നും നമ്മുടെ ബെഡ്റൂമിൽ നിന്നും അവിടുന്ന് ഇതുണ്ട്, ഓപ്പൺ ഉണ്ട്. അടിപൊളിയായി. ഇതിപ്പോ വെയിലുള്ളതല്ലേ. വലിച്ചോ അൺലോക്ക് ചെയ്തേ. എന്റെ കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഞാൻ ഓപ്പൺ ചെയ്തു. അടിപൊളി ഗൈസ്, നല്ല കിടിലൻ ലേക്ക് വ്യൂ. വാവ് താഴത്തുനിന്ന് ഫംഗ്ഷൻ നടക്കണ്ടെന്ന് തോന്നുന്നു. താഴത്തുനിന്നൊക്കെ സെറ്റ് ചെയ്യണ്ട്. അടിപൊളി ഗൈസ്. സെറ്റ് ചെയ്യാം. ഒരു കിടിലൻ ഹൗസ് ബോട്ട്. നമുക്ക് ഒരു പ്രാവശ്യം ബോട്ടിങ് ഇവിടുന്ന് നടത്തണം അല്ലെ? നമ്മ ഇന്നുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. നമ്മളായിരുന്നു ഇതല്ല, ആ കോർണർ നമ്മള് എടുത്തേച്ച്. സുനിതേ കാറ്റത്ത് പറന്നിരിക്കണ്. അല്ല ഗൈസ്, ഇതല്ലേ ഇതിപ്പോ നമ്മൾ ലിവിംഗ് ഏരിയയിൽ നിന്ന് ഇറങ്ങുന്ന ഏരിയയാണ് ഇപ്പൊ കാണിച്ചത്. ഓ എന്റെ പൊന്നൊന്നും പറയണ്ടേ. അതെ ഇതാണ് ബെഡ്റൂം. അപ്പുറത്തുണ്ട് ഏരിയ. ഇതാണ് ബെഡ്റൂം. ആ ബെഡ്റൂം ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് പോരാ. ഇത് നീ അവിടെ ഫോൺ ചെയ്യണമെങ്കിൽ ഒരാളെ അവിടെ ഇരുന്നിട്ട് ഹലോ എന്നൊക്കെ. ബേഡ പോയി എന്ത് ചെയ്യണേ? കൊണ്ടാടാ വെച്ചേരാ. ഗുഡ് ബോയ്. ഗുഡ് ബോയ്. ഹലോ. സൈഗ വന്നപ്പോ തന്നെ ഡ്രോയിങ് തുടങ്ങി. ഒരു കുത്തല്ല കോള് പോവാം അങ്ങോട്ടൊക്കെ. റിസപ്ഷനിലൊക്കെ കോളും. നോ കളിക്കണ്ട ബ്രോ. ഗുഡ് ബോയ് അല്ലേ? കൊള്ളാം, അടിപൊളി. ഗൈസ് ഇത് കാണിച്ചില്ലേ നിങ്ങൾ? ബാത്റൂം സെറ്റ് ചെയ്ത് ഇന്ന് ഇവര് ഇവിടെ ആയിട്ട് മിക്കവാറും പൂളിലൊക്കെ വന്നിട്ട് ഇത് ഇവിടെ ആയിട്ട് വന്ന് ബാത്ടബിലൊക്കെ കിടന്ന് ഒരു കുളിയൊക്കെ കുളിക്കും. ഇന്ന് പിള്ളേരുടെ ഡേ ആണിത്. വാർഡ്രോബ് സെക്ഷൻ അടിപൊളിയാണ് ഗൈസ്. കുറെ സെക്ഷൻ ഉണ്ട്. ഇനി ഞങ്ങളുടെ ബാഗ്സ് വരാനുണ്ട് കേട്ടോ. എല്ലാം അവിടുന്ന് കയറ്റി വിട്ടേക്കുന്നത്. അതെ ഇപ്പൊ തൽക്കാലം എന്റെ ബാഗ് മാത്രമേ ഞാൻ കൈയോടെ എടുത്തിട്ട് പോകുന്നത്. കാരണം എന്താണെന്നറിയോ, അതിന് നിലത്തേക്ക് വീണ് സ്ക്രാച്ച് ആയി പോണെന്ന് വിചാരിച്ച്. അടിപൊളി ഗീസ്. കുറെ നേരം അവിടെ ഇവിടെയൊക്കെ നടന്നിട്ടേ ഇനി ഇവിടെ വന്നിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യുന്നു. നൈസ്. സോറി സൈഗു, തലക്കെട്ട് പോട്ട് സൈഗു. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ കറങ്ങി വന്നു. എവിടെ അതിന്റെ ഫോണിന്റെ റിസീവർ എടുത്ത് കൈ പിടിച്ചോണ്ട് നടക്കട്ടെ. അവൻ റിസീവർ എടുത്ത് കൈ പിടിച്ചോണ്ട് നടക്കണേ. മരത്തിന്റെ ഒരു കഷ്ണമില്ലേ, കളർ ചെയ്ത്
നല്ല ഭംഗിയാണ്. ഫ്രെയിം ചെയ്ത് വെച്ചേക്കണം. അടിപൊളി. അത് ആ റിസീവർ വാങ്ങിച്ചു വെച്ചോട്ടെ. അതിനിപ്പോ ആരും ബോൾ എങ്ങനെ കൊടുക്കേ? ബാബു ബോൾ തരും, ബോൾ. യെസ്. പിന്നെ സുനുവിന് എന്തൊക്കെ വീഡിയോ ഒക്കെ ചെയ്യണമെന്നൊക്കെ പറയണ്ടായിരുന്നു സുനു. എല്ലാരും ചെയ്യണതിന് മുമ്പ് ഞാൻ തന്നെ അടിച്ചു മാറ്റി ഗൈസ് ഫസ്റ്റത്തെ വീഡിയോ. ഞാൻ വേറെ വെറൈറ്റി വീഡിയോസ് ഓ ഫുള്ള് കളിയാണ്, ഓടി നടന്ന് കളി. വയ്യ ഗൈസ്, അതിൽ കോൾഡും ഉണ്ട്. ഇതല്ലേ മൂക്കൊക്കെ ഒലിച്ചിട്ടുണ്ട്. ആ മൂക്ക് ഒലിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി വെയില് മാറുമ്പോഴായിരിക്കും അടിപൊളി. ഇവിടെ ഏർലി മോർണിംഗും അതേപോലെ തന്നെ ഈവനിങ് സൺസെറ്റ് ടൈമിലൊക്കെ ആയിരിക്കും ഭയങ്കര രസം ഇവിടെ കാണാൻ. നല്ല രസമായിരിക്കും. ഇനിയിപ്പോ കുറച്ചേരം കഴിയുമ്പോഴത്തേക്ക് എല്ലാരും പൂളിൽ പോണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എല്ലാരും അതിന് പറ്റിയ സെറ്റപ്പിലൊക്കെയാണ് വന്നേക്കത്. നോക്കി അവരവിടെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പുള്ളത് എല്ലാരും. സൈബ് എന്താ വള്ളിയൊക്കെ തൂക്കി കിടക്കണ പാൻറ്റിന്റെ കെട്ടി വെക്കണേ. റെഡി, വൺ. ബോള് പോയി, അതെടുക്കാൻ പോണം. ബോൾ ബോൾ. റെഡി, വൺ ടു. Ready, 1, 2. Ready, 1, 2, 3. Tara tontu. Ready, 1, 2. ഗൈസ് അങ്ങനെ 2 എണ്ണം പൊളി തുടങ്ങി. 2 എണ്ണം വന്നിട്ട് ഇവിടെ ആയിട്ട് ബാത്തബിൽ കിടന്നിട്ട് മറിയാണ് കഴിച്ചു. ഒരു അരമണിക്കൂറായി 2 എണ്ണം കിടന്ന് ഉള്ളാൻ തുടങ്ങി. എന്താണ് പരിപാടി? എന്താണ് നേരെ പൂള്. കൊടുക്കാം ഭയ്യ എന്ത് കാണിക്കണം അതങ്ങനെ ഫോണ് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇറങ്ങി മിക്കവാറും. ഫോന് അതിന് വേണ്ടിയുള്ള നോട്ടമാണ് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവര് ഒന്നാമത് വയ്യ, അതിന്റെ ഇടയിൽ വെള്ളം കണ്ടിട്ട് ഒന്നാമത് കോൾഡും പനിയൊക്കെ ഉണ്ട്. ചെന്തിയാന ഗൈസ് എങ്ങനെയാ എല്ലാരും ഇവിടെ എൻജോയ് ചെയ്തിരിക്കണ ഗൈസ്. ഞാൻ ആ ടൈമിൽ ഒരു 1.5 മണിക്കൂർ ഇവിടെ അങ്ങോട്ട് ഉറങ്ങി എണീറ്റിട്ട് ഇവിടെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണ പൂളിൽ ഇറങ്ങാൻ വേണ്ടി. അവിടെ ആയിട്ട് ഉള്ളിൽ ഫുള്ള് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അവിടെ പൈപ്പ് പുറത്ത് കളിച്ചോണ്ടൊക്കെ ഇരിക്കണേ. ഇതൊന്നല്ല വിറ്റ്, വേറൊരു വലിയൊരു വിറ്റ് ഉണ്ടായിരുന്നു. അതിനെ പറയില്ല. എബ്രൂഡ് വിറ്റ്. ഞങ്ങളിപ്പോ ഓരോരു വിറ്റ് ഉണ്ടായിരുന്നു. അത് ഞങ്ങളിവിടെ അന്വേഷിച്ചൊക്കെ നടന്ന് നോക്കുമ്പോ ഒരു പൈപ്പിന്റെ ഉള്ളിലുണ്ടായിരുന്നു ആ സാധനം പൈപ്പ്. അതെന്ത് സാധനം ഞാൻ പറയണില്ല. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഹയാത്തരെ കിടിങ്ങിപ്പോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അതിട്ട് ഞങ്ങളത് കണ്ടുപിടിച്ച് തിരിച്ച് കറക്റ്റ് ആ പോസ്റ്റില് സ്ഥലത്ത് എല്ലാം കൊണ്ട് വെച്ച് കഴിച്ചു. ഓക്കെ അപ്പൊ അയ്യോ കുറുമ്പെന്ന് പറഞ്ഞാലേ വേറെ ലെവല് കുറുപ്പാണ്. Come, let's go.
ടൈം 7:45 തോന്നുന്നു. പുള്ളിറങ്ങണ ഫുൾ സെറ്റപ്പിലെ വീട്ടിൽ തന്നെ എല്ലാരും ബ്ലാക്ക് ഫാമിലിയാണ്. എല്ലാരും ബ്ലാക്ക് ഫാമിലി. ഞാൻ ബ്ലാക്ക് ബ്ലൂ എല്ലാം ഉണ്ട്. കാർഡ് ദിവസം നേരെ വന്ന് ജക്കൂസിയിലേക്ക്. ഇവിടെ സുനുവൊക്കെ മേളിന്ന് നോട്ടിട്ട് വെച്ചേക്കണേ. നേരെ ജക്കൂസിയിലേക്ക് വന്നത് പറയല്ലോ സുനു. നമ്മളെപ്പോഴും വരുമ്പോഴത്തേക്ക് നേരെ ജക്കൂസിയാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളത്. അതെന്താ സംഭവം എന്നുള്ള അന്താളിക്ക്. ചൂടായാലും ചൂടുള്ള അതവിടെ എബ്രു എന്താണ് എബ്രു ഇത്? എന്താ എബ്രു? ഒരു മീഡിയം ഉണ്ടാവുള്ളൂ. അത് അതിന്റെ ഉള്ളിൽ ആളുണ്ട് ഇപ്പൊ. അത് കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങാം നമുക്ക് അതിന്റെ ഉള്ളിലേക്ക്. പോട്ടോ സൂക്ഷിച്ചു പോയിട്ടോ. അടിപൊളിയാണ്. എന്താണ് അവസ്ഥ? എബ്രോ ചെറിയൊരു പേടി വിട്ടുന്നോ അല്ലേ? ചെറിയൊരു പേടി. ചിരിക്കണ ബ്രോ. ചിരിക്കണ ബ്രോ. ട്രെയിന് കളിക്കണ കണ്ട് ഡാഡും പിള്ളേര്. അതാണ് കളിച്ചോ. ഞാനില്ല ഗൈസ് ട്രെയിനില്. എന്റെ കുഞ്ഞ് എന്നെ തിരിഞ്ഞ് നോക്കണം. ഞാനില്ല അതാ. എന്താണിത്? ഡെലിവറി നല്ല ഡാൻസ്. ഫുൾ ഡാൻസ്. ഒരാള് അവിടെ നിർത്തണ്ട് പോന്നപ്പോ തുടങ്ങിയാണ് കരച്ചില്. അതെ ഗൈസ്, അടിപൊളിയായിരുന്നു ഗൈസ്. പൊളിച്ച്. നമ്മളൊരു 1 മണിക്കൂറോളം നമ്മള് നിന്നല്ലേ? 1 മണിക്കൂറോളം നിന്ന്.
ആ നമ്മള് 7:45 അങ്ങനെ എന്തെങ്കിലും ഏതാണ്ട് 8:45 കൂടിയെന്ന് തോന്നല്ലേ. ഓ ഇനി ഫ്രഷ് ആണ് ഗൈസ്. എന്നിട്ടാണ് ഫുഡൊക്കെ ഓർഡർ കഴിക്കാൻ. ഓക്കെ, അപ്പൊ എല്ലാരും പോയി ഫ്രഷ് ആവും ഗൈസ്. അങ്ങനെ നമ്മള് എല്ലാരും ഫ്രഷ് ആയിട്ട് ഡോമിനോസ് വീട്ടിലെ പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട്. ബേബി എക്സ്ട്രാ ഒക്കെ ഇടിപ്പിച്ചല്ലേ? പിന്നെ എക്സ്ട്രാ ഒക്കെ ഇടിപ്പിച്ചു, കുറച്ചും കൂടെ ഇത് കുമ്മാന്നിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ലൈറ്റ് വെയിറ്റ് ചെയ്യാൻ എല്ലാരും വെയിറ്റ് അവിടെ ഒരാൾ നോക്കിയാ ബർത്ത്ഡേ പോയി ഫുള്ള് ഇവിടെ ബോക്സിലൊക്കെ എക്സ്ട്രാ ഉണ്ടാവും. ഏതാ ഉണ്ടാവും. വേണമെന്നുണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരും. പറ്റോ സൈബു കഴിക്കാനങ്ങനെ വേണം, അവന് പ്ലേറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ അത് താഴത്താവും. മാറ്റണോ? മാറ്റി തരാം, മാറ്റം മഷ്റൂം ആണോ? മാറ്റാം. എന്നാ മഷ്റൂം എനിക്ക് തന്നാ മതിയെ. ഇല്ല ബേബി അതൊക്കെ വേണം, അതൊക്കെ എനിക്ക് കഴിക്കുന്ന വേണം സാധനങ്ങളാണ്. ബേബി. സുനു എടുത്തോ, കഴിച്ചോ സുനു. മഷ്റൂം ഞാൻ എക്സ്ട്രാ ഇടിപ്പിച്ചതാ. എനിക്കിഷ്ടം ബേബിക്ക് ഇഷ്ടം. വാ എല്ലാരും വാ. അല്ല മാറ്റി തരും സൈക്ക്, മാറ്റി തരും. പ്ലേറ്റ് ഇല്ല സോനോടെ, അല്ലെങ്കിൽ അവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേറ്റ് വരും. ഇല്ല, വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേറ്റ് വരും. അതിനകത്ത് ഉണ്ടാവല്ലോ നമ്പർ, ഒന്നിലേക്ക് 0 പറഞ്ഞാൽ മതി. സുനു കഴിച്ചു കഴിക്കേ. എന്താ ബേബി എക്സ്ട്രാ മഷ്റൂം വെച്ചിട്ട് എക്സ്ട്രാ മഷ്റൂം വെച്ചിട്ടുള്ള ബേബി ഇരിക്കുക. ഹാൻഡിൽ ചെയ്യാൻ പറ്റൂലേ? സോനു എടുത്തോ. പ്ലേറ്റ് ഒന്നും വേണ്ടെന്ന് സൈഡ്. അവിടെ തന്നെ പ്ലേറ്റ് ഒക്കെ വെച്ചിട്ട് തന്നെ ശരിയാവില്ല. ഇരുന്ന് കഴിക്കും സൈഡ്. അവിടെ ഇരുന്നു. ആ കഴിച്ചു. അങ്ങനെ കൊടുത്തം കാണിക്കണോക്കി ആ ഗ്യാപ്പില്. ഇതെന്താണത്? എബു എബു ഓ തിന്നണതിൽ എന്താ സൗണ്ടക്കാരോ? ഇതേതായിരുന്നു? ബേബി കുറച്ച് എക്സ്ട്രാ ഒക്കെ ഇടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? എക്സ്ട്രാ ഇടിപ്പിച്ച് വെച്ചു. ഡോമിനേറ്റർ. ആ ഡോമിനേറ്റർ ആണ്. അതിന്റെ അകത്ത് ഞാൻ മഷ്റൂം ഒക്കെ എക്സ്ട്രാ ഇടിപ്പിച്ചു. യമ്മി യമ്മി. എബു കുഞ്ഞിതാ എവിടെ? അവനെവിടെ പോണ? എബുനോ? ആ ആ ആ എന്തൊപ്പിക്കാന്ന് ആലോചിക്കണേണ്ട. നോ. ആ ആ ആ കണ്ട കണ്ട, ഇതൊക്കെ നീക്കി വെച്ചില്ലെങ്കിൽ ഇപ്പൊ അവരതൊക്കെ എടുക്കും. കിടലൻ ടേസ്റ്റ് കിടലൻ ടേസ്റ്റ് എന്ന് പറയുന്നത്. കഴിക്കാം. ഉള്ളോ എടുക്കാം. നമുക്ക് വെക്കട്ട് ചെയ്യാം. എല്ലാവരും അപ്പം ടേസ്റ്റ് ചെയ്ത് ഇനി ഞാനും കൂടെ ടേസ്റ്റ് ചെയ്യണത് കാണിച്ചു പറയാം. ഓക്കെ. ഓ യമ്മിയാണെന്ന് തോന്നുന്നു. ഓ ചൂടാണ്. ഓക്കെ. ഇത്ര ടേസ്റ്റ് ഉള്ള പിസ്സ ഈ ഇടയിൽ ഞാൻ കഴിച്ചിട്ടില്ല. അത്ര യമ്മി. ഈ കട ഏത് സൈഡിൽ നിന്ന് വന്ന അവിടെ പോയി തന്നെ കഴിക്കാം നമുക്ക്. ഈ ഷോപ്പ് ഗൈസ് അങ്ങനെ നമ്മള് പിസ്സ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത ഐറ്റം എത്തി. അതെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതൊക്കെ തന്നെ ഇരുന്നല്ലോ ഓർഡർ ചെയ്യുന്നത്. സുനിന്റെ തല എവിടെയെങ്കിലും അടിച്ചുകൊണ്ട് പെട്ടെന്ന് വീഡിയോയിലൂടെ നോക്കുമ്പോ ഒരു മുഴ പോലെ ആണോ? അല്ല ഇപ്പില്ല 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 വീഡിയോയില് അതിലൂടെ നോക്കിയപ്പോ പെട്ടെന്ന് ഒരു മുഴ പോലെ ആയിട്ട് അത് തോന്നി. ആ സൈഡ് അത് അവിടെ ലൈറ്റിന്റെ അതെ അതാണ് ഞാൻ പറഞ്ഞത്. അതെന്റെ കൈ കൊണ്ട് പൂളി വെച്ചിട്ട് ഞാൻ നോക്കട്ടെ. പൊളി. ഇവിടെ സൈക്ക് പ്ലേറ്റ് ആയിട്ടൊക്കെ റെഡിയായി നിൽക്കണോ? സൈക്ക് കയറിരുന്നു, താഴത്തിരുന്ന് കഴിക്കണ്ട. ഇതാ ഞാൻ ചെയറും കൂടെ വലിച്ച് എന്നിട്ട് അവിടെ അതിന്റെ അകത്ത് അടഞ്ഞറിഞ്ഞു പോകും. വേണ്ട അവൻ അടുത്തിരിക്കട്ടെ. എന്തിനാ അടിപ്പിച്ചു കൊടുത്ത ദിവസം ആ ചെയർ അടിപ്പിച്ചോളൂ. ഇവിടെ ഇരിക്കുന്ന കുനിയാൻ പറ്റും. ഓക്കെ കട്ട് ചെയ്തോളൂ. ഗൈസ് എബ്രുവിന്റെ കേക്ക് കട്ടി എബ്രുയുടെ ബർത്ത്ഡേ ആണെങ്കിൽ എനിക്ക് ഒരു ഇത് വേണ്ടേ? എന്താന്ന് പറയണേ? പരിഗണയോ? മര്യാദ വേണ്ട ഇതൊക്കെ തന്നെത്താനെ. എന്താ പറയുക, എനിക്കൊരു ഇത് വേണ്ടേ? ഞാനല്ലേ പെത്തത്, എനിക്കും ഒരു ഇത് വേണ്ടേ? ആ അതിന്റെ ഒരു മലയാളം പറ. അതിനു വേണ്ടി നീ ഇത് കട്ട് ചെയ്യുന്നു എന്നാണ് നീ ഉദ്ദേശിച്ചത്? ഓ എനിക്കും വേണ്ട ഒരു സെലിബ്രേഷൻ. എനിക്കും വേണ്ട ഒരു സെലിബ്രേഷൻ. അപ്പൊ കേക്കൊക്കെ കട്ട് ചെയ്ത് ഇത് കേക്കിന്റെ അത്ര സോഫ്റ്റ് അല്ല. എനിക്ക് തോന്നുന്നു നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഗ്രാൻഡ് ആയിട്ടില്ലോ നമ്മൾ ഇത് തന്നെ ഓർഡർ ചെയ്ത് കഴിച്ചെന്ന് തോന്നുന്നു. അതാണ് സെയിം ഓർഡർ കഴിച്ചത്. ഇതൊക്കെ തന്നെ കഴിക്കുന്നത്.
കുറച്ച് ഫേവറേറ്റ്സ് ഉണ്ട് guys. അത് ഏത് നാട്ടിൽ പോയാലും നമ്മൾ കഴിക്കും. നമുക്ക് കുറച്ച് ഫേവറേറ്റ് ആയിട്ട് നമ്മ തായ്ലാന്റിൽ പോകുമ്പോ മാംഗോ സ്റ്റിക്കി റൈസ് പകരം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മടുത്ത് കഴിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പറഞ്ഞു ഇനി ഞാൻ കഴിക്കൂല. പിന്നെ അവിടുത്തെ ചിക്കൻ ഒരു ഹണി ഗ്ലേസ് ചിക്കൻ ഇതിനെ മഷ്മിയാണ് എപ്പോഴും വെട്ടണ പറ. അത് ഞാൻ പറഞ്ഞിട്ടാണോ വെട്ടണ അല്ലെ നിങ്ങൾക്ക് നിർബന്ധമാണോ അതും പറഞ്ഞേക്ക്. അല്ലെങ്കിൽ എല്ലാത്തിലും മഷൂറ കയറി കൈയടക്കി എന്ന് പറയും. ഇതിൽ വെട്ടി പീസാക്കി കൊടുക്കണം. വീട്ടിൽ കൊടുക്കാൻ മഷൂർ മെയിനാണ്. മഷ്മിയാണ് ഫെയർ ആയിട്ട് ഇങ്ങനെ വെട്ടണത് അതെ. അല്ലെ? എന്നെ മഷ്മി പറയുന്നത് ഞാൻ വെട്ടി വരുമ്പോഴത്തേക്കും ചിലപ്പോ മഷ്മിയാണ് ഗേൾ ഓഫ് ഫെയർനെസ്. മറ്റു ഫെയർനെസ് ഫെയർ ആയിട്ട് നോക്കി കട്ട് ഫെയർ ആയിട്ട് കെട്ടിയാണ്. എപ്പോഴും സുരനെ വിളിക്കും ബാ മഷ്മി ഷെയർ. പൊക്കം വെച്ച് അപ്പൊ ആദ്യത്തെ നമ്മുടെ കേക്ക് കറ്റാക്ക നമ്മുടെ സൈഗ് മോന് സൈക്കിൾ കൈക്ക് സൈഗ് കൈക്ക് സൈക്കിൾ കഴിച്ചിട്ട് അഭിപ്രായം പറയണം. കടിച്ച് മേത്താക്കണ്ട കടിച്ചു സൈക്കിൾ ദീദിനെ കൊതിയിട്ടുണ്ടാവും സൈക്കിൾ ഇപ്പൊ പല്ലാളിച്ച് ഫുള്ളുണ്ടോ ബ്രേസസിൽ ഫുള്ളുണ്ടോ സുനുവിന്റെ പല്ല് കാണും. ഏ എഴുതാട് ഒരു 2 ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. മോന്റെ ബർത്ത്ഡേ അല്ലേ, അതിന് ഞാൻ ഇങ്ങനെ കൺട്രോൾ ആക്കിയാല് അതെ ശരിയാവൂല. ഏ സുനിന്റെ പല്ല് എന്താണ് അതിന് മോശം ഒരു കടി അടിച്ച് നോക്കട്ടെ. അല്ല എന്നാലും ഒരു കടി അടിച്ചിട്ട് കാണണം എനിക്ക്. അത്രേ ഉള്ളൂ, ഒരു കടി അടിച്ചിട്ട് പല്ലാണ്. സ്നേഹത്തിലൊന്നുമല്ല പിന്നെ അതെ പല്ല് കാണണം. എന്റെ പല്ല് ഭംഗിയാണ് കഴിച്ചവരെക്കാൾ. അതാണ് ഇന്നങ്ങനെ കട്ട് ചെയ്യോ? നീ അതെടുത്ത് കഴിക്കും. ഹാർഡാന്നറിയോ? ആടല്ലല്ലോ ഇത്, കേക്കല്ലേ. ഹാർഡില്ല, ആ അടിയിലാണ് ഹാർഡ്. ബാക്കി നല്ല സോഫ്റ്റ്. അപ്പൊ നോക്കിക്കോട്ടെ പല്ലില് ആ തിരികിലൊക്കെ കഴിക്കുക. മഷൂന്റെ ഭയങ്കര എപ്പിക് സാധനമായിപ്പോ. ഞാൻ വേണമെന്നെ കഴിച്ചതാണ്. ഇന്ന് സോന് കഴിച്ച് സോനിന്റെ പല്ല് കൂടെ കാണാം. കടിച്ചിട്ടാവണമെന്നില്ല, ഇപ്പൊ തന്നെ അങ്ങനെ ഉണ്ടല്ലോ. അതാ വിറ്റായിപ്പോ. എന്നിട്ട് കാണിച്ച് അടുത്ത് വന്നോട്ടെ. ഭയങ്കര ഇതായിട്ടാണ് കടിക്കണേ. കാണിച്ച് കാണിക്ക്. എന്റെ ആയിരുന്നല്ലേ പശുവിന്റെ അടുത്ത് അങ്ങനെ തൂക്കല്ലേ ഡ്രസ്സിലൊക്കെ ആവൂലേ. ഇത് കിട്ടിയപ്പോ ആടന്റെ കാര്യം മറന്നിട്ടാ. അപ്പൊ ഞാൻ പൊട്ടനാ, ഇത്രയും ഞാൻ ചെയ്ത പൊട്ടനാ. എല്ലാവർക്കും കൊടുത്തിട്ട് ഞാൻ കഴിക്കാന്ന് വിചാരിച്ചു, എന്നെ കൊണ്ട് കഴിപ്പിച്ചു. എനിക്ക് സ്വന്തമായിട്ട് പല്ല് ഇല്ല, ഒന്നുമില്ല ഇപ്പൊ കാണിക്കണ്ട. അതാണ് കാണിക്കണ്ട. തേക്കണേ നമ്മളെ മാത്രം അങ്ങനെ പൊട്ടണാക്കണ്ട കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ബൂ. ഹലോ ഞാനുണ്ട്. അതില്ല ഹാപ്പി ബർത്ത്ഡേ ബ്രോ എന്റെ ഫസ്റ്റ് വിഷ് എന്തായാലും പറഞ്ഞു. അതിന് മുമ്പ് ഞാൻ വിഷ് ചെയ്ത് ഇല്ല. 12 ഒന്നും പറഞ്ഞ കേസ് ഇത്ര വരെ വെയിറ്റ് ചെയ്യുന്നത്. ആ ടൈമിൽ എന്നെ ചിരിപ്പിക്കാൻ നോക്കിട്ട് അവളായിട്ട് ഇടയ്ക്ക് ഗോൾ അടിക്കാൻ നോക്കി. ഞാൻ വിഷ് ചെയ്തതിന് ശേഷം നീ വിഷ് ചെയ്തത്ര കാണിക്ക്. കറക്റ്റ് 12 ആയപ്പോ ഞാനാ വിഷ് ചെയ്തത്. കറക്റ്റ് അമ്മ ഒന്നൊന്ന് കാണിച്ചു ദീദി അന്തടി തല താഴെ കൊണ്ടിരിക്കാൻ വേണ്ടി പിടിച്ചത്. ഓക്കെ ഉറങ്ങിക്കോട്ടെ, ഒച്ചമ്പോളൊന്നും വെച്ചിട്ട്. ആക്ച്വലി കേക്കൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ അവനെ വെറുതെ ബഹളം വെച്ച് എണീപ്പിക്കണമെന്ന് വിചാരിച്ച്. രണ്ടാമത്തെ എന്റെ മോന്റെ ബർത്ത്ഡേ പൊളിക്കണം.
എന്തായാലും ഫസ്റ്റ് എന്റെ വിഷ് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഡാർലിംഗ് ഹാപ്പി ബർത്ത്ഡേ ടു യു ഗൈസ് അങ്ങനെ ഞങ്ങള് ഈ ബാൽക്കണി വ്യൂവിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ലൈക്ക് വ്യൂ ആയിട്ട് നൈസായിട്ടുണ്ട്. സോനു ഇത് എവിടെ നോക്കി ആസ്വദിച്ചിരിക്കുന്നുണ്ട്. പിള്ളേരൊക്കെ ഉറങ്ങി, ആകെ സുനു മാത്രമേ ഉണ്ട്. ആകെ രണ്ടുപേരും കിടന്നുറങ്ങി. പിന്നെ ഞങ്ങളെന്താ ഒരു മുട്ടൻ ബേർഡ് വിഷയാന്നൊക്കെ വിചാരിച്ച് കേക്ക് കട്ടി അതൊക്കെ വിചാരിച്ച് കേക്കൊക്കെ തൊഞ്ചിക്കണം. പക്ഷെ കാണല്ലോ. ഞാൻ ഇവിടെ ഉണ്ട്. എന്താണിത്? എന്നെ കാണിക്കാൻ ഇവിടുന്ന് പിടിക്കാൻ പോകാം. 12 o'clock കട്ട് ചെയ്യാൻ വേണ്ടി ബേബി പാവ നേരത്തെ കേക്ക് ഒക്കെ ഓർഡർ ചെയ്തായിരുന്നു. ബട്ട് നമുക്ക് പിള്ളേരെ അല്ല ഉറങ്ങിയില്ലെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞു കൊച്ച്. എനിക്ക് ഒന്നാമത്തെ ബർത്ത്ഡേ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ പെട്ടെന്ന് അറിയാണ്ട് ഓടി വിഷ് ചെയ്തിട്ട് ഞാൻ പേടിച്ചു കരഞ്ഞു തന്നിട്ട് ഭാഗത്തോടു കൂടി എനിക്കത് അതൊരു പാടുള്ളൂ. അതിനുശേഷം പിന്നെ ആ പരിപാടിക്കാൻ നിന്നിട്ടില്ല. കേക്ക് ഒക്കെ ഓർഡർ ചെയ്ത് പിന്നെ നമുക്ക് പിസ്സ വഫേഴ്സ് ഒക്കെ ഓർഡർ കണ്ടില്ല. സോറി ഗൈസ്. അപ്പൊ ഈ വീഡിയോ മൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഇന്നത്തെ ഡേ നമ്മൾ ഫുൾ എടുത്തിട്ടുണ്ട് അല്ലേ? പൊളിയായിരുന്നു. ഇൻഷാല്ലാ ഇനിയിപ്പോ നാളെ നമ്മുടെ ബർത്ത്ഡേ വ്ലോഗ് ഉണ്ട്. രാവിലത്തെ കിടലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഇവിടെ. അതൊക്കെ എന്തായാലും നമ്മൾ ഷൂട്ട് ചെയ്യും ഇൻഷാല്ലാ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.